പറയുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ എന്താ ഇത്ര നെഗറ്റീവായിട്ട് ചിന്തിച്ചത്? കേരളത്തിലെ രാഷ്ട്രീയ പരിസരം ആ നിലയിൽ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ, വളർന്നിട്ടില്ല എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെ ഒരു സംവാദത്തിലൂടെ അല്ല നമ്മൾ നേരത്തെ മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ കണ്ട് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരു പുതുതായിട്ട് ആ നിലയിൽ നേരത്തെ മുതൽ നമ്മൾ അല്ലെങ്കിൽ പുതുതായിട്ട് നമുക്കൊന്ന് തുടങ്ങാം. അങ്ങനെയാണല്ലോ ഓരോന്നും ഈ നമ്മൾ ഈ സ്ഥിരമായി ശൈലി, നേരത്തെയുള്ള കീഴ്വഴക്കം എന്നൊക്കെ പറയുന്നത് മാറ്റിമറിക്കുന്നത് പുതുതായി ഒരാൾ തുടങ്ങുമ്പോഴാണ്. പിന്നീട് അതൊരു ശൈലിയായി മാറുക, പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറുക എന്നുള്ളതാണ്. പക്ഷേ അത് ഏതായാലും നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ അത് നടക്കില്ല, അപ്രായോഗികമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ ഇപ്പോഴാണല്ലോ ഈ നവമാധ്യമങ്ങളുടെ കാലത്താണ് ഈ നവമാധ്യമങ്ങളിലൂടെയെങ്കിലും ഇങ്ങനെ ഈ നിലയിലുള്ള ഒരു ഏറ്റുമുട്ടൽ സാധ്യമാകുന്നത്. ഒരുപക്ഷെ ഈ നവമാധ്യമങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് അത്തരം സംവാദം പോലും ഉണ്ടായിരുന്നില്ല. ഈ കോർണർ മീറ്റിങ്ങുകളിൽ വന്ന് ഓരോ നേതാക്കളും വന്ന് അവരവരുടെ കാര്യങ്ങൾ വിളമ്പി പോവുക, ഓരോ പാർട്ടിക്കാരും അവരുടെ അവകാശവാദങ്ങൾ നിരത്തി പോവുക എന്നതിനപ്പുറത്തേക്ക് അതെല്ലാം ഒരു ഏകപക്ഷീയമായ ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാലം മാറി എന്നത് നേതാക്കൾ കൂടി തിരിച്ചറിയട്ടെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും ഒരു സ്ലൈറ്റ് എഡ്ജ് ഈ വിഷയത്തിൽ VD സതീശനുണ്ട്. അതെന്തൊക്കെ പറഞ്ഞാലും അത് CM ഇക്കാര്യത്തിൽ പെർസെപ്ഷൻ ആണല്ലോ. ഇപ്പോൾ പെർസെപ്ഷൻ എന്താണ്? ഏത് ചോദ്യത്തിനും എന്റെ മറുപടി ഉണ്ട്, എന്നോട് ചോദിക്കൂ, അതിന് തയ്യാറാവും എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് തയ്യാറാവുകയാണ് വേണ്ടത്. അതിന് ഒറ്റ മറുപടി, അതായത് സ്ലൈറ്റ് എഡ്ജ് VD സതീശൻ ഉണ്ടെന്നില്ല. പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഈ കാര്യത്തിൽ ഒരു എഡ്ജ് ഉണ്ടാകും. കാരണം ഭരണത്തിലിരിക്കുന്ന ആളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണല്ലോ, അത് എളുപ്പം പറ്റും. അപ്പൊ അങ്ങനെ ആയില്ലെങ്കിലും അതിൽ അത്ഭുതം. ഈ സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണല്ലോ ഈ പ്രധാനമായിട്ടും ഈ സംവാദം എന്നുള്ളത്. ടേംസ് ഓഫ് റെഫറൻസ് VD സതീശന് വളരെ സമർത്ഥമായി ചോദിക്കാം. ഇതിലെ കടമെടുപ്പിനുമായി ബന്ധപ്പെട്ട പ്രശ്നം, സർക്കാരിന്റെ ഖജനാവിൽ എത്ര പൈസയുണ്ട്, എവിടെ പോയി, എന്ന് തുടങ്ങി മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. ടേംസ് ഓഫ് റെഫറൻസ് ഇല്ല എന്നുള്ളതാണ്. ഇനി അതല്ല, ഈ വിഷയങ്ങളൊക്കെ ഗോപികൃഷ്ണൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിയമസഭയിൽ ഇതൊക്കെ ചോദ്യമായി നേർക്കുനേർ ഇവർ കാര്യങ്ങൾ പറയുകയും ചോദ്യങ്ങൾ ഉന്നയിക്കുകയും നിയമസഭയിൽ എത്രയോ വിഷയങ്ങളിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഒരു രീതിയിലൊരു പൊളിറ്റിക്കൽ ഡിബേറ്റ് തന്നെയാണ്. നിയമസഭയിലേക്ക് ദിലീപ് ഇന്നലെ പറഞ്ഞു അതിന്റെ പരിമിതി എന്ന് പറഞ്ഞാൽ SK അവിടെ മുഖ്യമന്ത്രിക്ക് വലിയ അധികാരങ്ങളുണ്ട്, ഒരു മന്ത്രിക്ക് വലിയ അധികാരങ്ങളുണ്ട്. മാത്രമല്ല കൊടുക്കുന്ന ഇപ്പോൾ അടിയന്തര 2.5 മണിക്കൂറെങ്കിലും ഒരു 30 മിനിറ്റൊക്കെ പ്രതിപക്ഷത്തിൽ ബാക്കി 2 മണിക്കൂർ ഭരണപക്ഷത്തിനായിരിക്കും, അവർക്ക് തന്നെ സംസാരിക്കാൻ കൂടുതൽ സമയം. അതുകൊണ്ട് അതൊരു ബാലൻസ് സംഭവമല്ല. ഇത് നേർക്കുനേരിക്കുമ്പോഴേക്കും മൊത്തം ലൈവ് SK എന്തൊരു ഗംഭീരമായിരിക്കും. അത് ഞാൻ ആലോചിച്ച് രോമാഞ്ചം വരുന്നു. എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ ഈ മോഡറേറ്റ് ചെയ്യാൻ ഞാൻ തന്നെ അങ്ങോട്ട് ഓഫർ ചെയ്താലൊന്ന് ആലോചിച്ചതിന് ശേഷം ഇനി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇപ്പൊ പക്ഷെ ഉറങ്ങി തുടങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.